നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 780th day. Today, second sloka of Pradhama Skandam, 8th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 780ാം ദിവസം. പ്രഥമ സ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. ഓം തേ നിനീയോദകം സർവേ വിലപ്യ ച വൃഷം പുനാ ആപ്ലുതാ ഹരിപാദാബ്ജ രജപൂരിതസജ്ജലേ. ഓം തത്സത്. തേ നിനീയോദകം സർവേ വിലപ്യ ച വൃഷം പുനാ ആപ്ലുതാ ഹരിപാദാബ്ജ രജപൂരിതസജ്ജലേ. ഓം തത്സത്. തേ നിനീയദ്വകം സർവേ വിലപ്യ ച വൃഷം പുന ആപ്ലുത ഹരിപാദാബ്ജ രജപൂത സരിച്ചലേ. അത് ഒരു വാക്കായിട്ടാണ് എടുക്കുന്നത്. ഹരിപാദാബ്ജ രജപൂത സരിച്ചലേ. തേ സർവേ, അതായത് അവരെല്ലാവരും, ഉദകം ജലത്തെ, നിനീയ കൊടുത്തിട്ട്, വൃഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും, വിലപ്യ കരയുകയും ചെയ്തിട്ട്, പിന്നെയും ഹരിപാദാബ്ജ രജപൂരിത സജ്ജലേ, ഹരിയുടെ പാദം ആകുന്ന താമര കൊണ്ട്, പാദപത്മത്തിലെ പൊടികൾ കൊണ്ട്, രജ എന്ന് പറഞ്ഞാൽ പൊടി, പാദാബ്ജം എന്ന് പറഞ്ഞാൽ പാദമാകുന്ന താമര കൊണ്ട്, ഹരിയുടെ പാദമാകുന്ന താമരയിലുള്ള പാദതാമരയിലെ പാദാംബുജത്തിലെ രജപ്പൊടി കൊണ്ട് ഭൂത സരിച്ചലി, പരിശുദ്ധമായ നദിയിലെ ജലത്തിൽ ആപ്ലുത, വീണ്ടും മുങ്ങി. അതായത് ഇവിടെ എല്ലാവരും സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് ആ കുട്ടികൾക്ക് ഉദകക്രിയകൾ ചെയ്യാനായിട്ട് നദിയിലേക്ക് പോയി. ഗംഗാനദിയിൽ ആ ഭഗവാന്റെ പാദം പത്മമാകുന്നതിലെ പൊടികൾ കൊണ്ട് ശുദ്ധമായിട്ടുള്ള ആ ഗംഗാനദിയിൽ ഇറങ്ങി എല്ലാവരും വീണ്ടും സ്നാനം ചെയ്തു, മുങ്ങി നിവർന്നു എന്നാണ് പറയുന്നത്. അതായത് ഉദകക്രിയ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ചെയ്യുന്നതിന് മുൻപും ചെയ്തു കഴിഞ്ഞാലും കുളിക്കണം. അപ്രകാരം ആ ഉദകക്രിയ ചെയ്തിട്ട് അവരെല്ലാവരും വീണ്ടും നദിയിൽ ഇറങ്ങി മുങ്ങി. എപ്രകാരമുള്ള നദീജലമാണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭഗവാന്റെ താമരപ്പൂവാകുന്ന താമരപ്പൂ പോലുള്ള പാദത്തിൻ്റെ പൊടികൾ കൊണ്ട് പരിശുദ്ധമായിട്ടുള്ള ആ ഗംഗാനദിയിൽ ഇറങ്ങി അവർ വീണ്ടും സ്നാനം ചെയ്തു എന്നാണ്, രണ്ടാമതും സ്നാനം ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതിനു മുന്നേ അവർ ഉറക്കെ കരഞ്ഞു. ഉദകം കൊടുത്തതിനു ശേഷം എല്ലാവരും ആ കുട്ടികളെ ഓർത്ത് ഉറക്കെ കരഞ്ഞുകൊണ്ട് വീണ്ടും സ്നാനം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്രകാരം എല്ലാവരും കുട്ടികൾക്കാണ് ചെയ്യുന്നത്. ചെയ്യുന്നതൊക്കെ വലിയവരാണ്. കുട്ടികൾ മരിച്ചാലും എല്ലാവരും ആ ഉദകക്രിയ ചെയ്തിട്ട് വീണ്ടും വീണ്ടും സ്നാനം ചെയ്യണം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഭാഗം. നിനീയ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ട് ഏറ്റവും വിലപ്യം, വളരെയേറെ കരഞ്ഞുകൊണ്ട് വീണ്ടും സ്നാനം ചെയ്തു. ശ്ലോകം ഒരിക്കൽ കൂടി. തേ നിനീയോദകം സർവേ വിലപ്യ ച വൃഷം പുനാ ആപ്ലുതാ ഹരിപാദാബ്ജ
രജപൂത സരിജലേ. പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും. ആദ്യവും കുളിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും കരഞ്ഞുകൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും കരഞ്ഞുകൊണ്ട് ആ ഗംഗാനദിയിൽ സ്നാനം ചെയ്തു. ഗംഗാനദിയുടെ വിശേഷണമാണ് ഭഗവാൻ 3 ആയിട്ട് അളക്കുമ്പോൾ വാമനൻ്റെ കയ്യിൽ നിന്നും ഭൂമി 3 പാദമായിട്ട് അളക്കുമ്പോൾ ഭഗവാന്റെ തൃപ്പാദങ്ങൾ ദേവലോകത്തെത്തുകയും ദേവലോകത്തു നിന്ന് ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലുവിലെ ജലം കൊണ്ട് ആ പാദങ്ങളെ കഴുകിച്ചപ്പോൾ ഉണ്ടായ ജലമാണ്, നദിയാണ് ഗംഗാനദി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഭഗവാന്റെ ഹരിയുടെ പത്മങ്ങളുടെ പൊടികൾ കൊണ്ട് പരിശുദ്ധമായ എന്ന് പറയുന്നത്. ബ്രഹ്മാവ് അവിടെ നിന്നും ആ തൃപ്പാദങ്ങൾ തൻ്റെ കമണ്ഡലുവിലെ ജലം കൊണ്ട് കഴുകുകയും അത് ഗംഗാനദിയായി തീരുകയും ചെയ്തു. ദേവലോകത്തു നിന്നും അത് ഭഗീരഥൻ വളരെയേറെ പ്രയത്നങ്ങൾ കൊണ്ട് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെയുമാണ് കഥ. ഇത് വളരെ ദീർഘമായ കഥകളാണ്, വെറുതെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.